ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ആവേണ്ടത്, ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ എങ്ങനെ പ്രിപ്പയർ ആവണമെന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് യുവർ കസ്റ്റമേഴ്സ്. മറ്റൊരു കാര്യം എന്ന് പറയുമ്പം ഇതിനു മുമ്പ് രണ്ട് കാര്യം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, അത് റൈറ്റ് കസ്റ്റമർ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ബിസിനസ് മോഡൽ റെഡി ആയിരിക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ആ വീഡിയോസിൻ്റെ ലിങ്ക് കാണാം, അല്ലെങ്കിൽ ഐ ബട്ടണിൽ കാണാം. അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഫൈൻഡ് യുവർ കസ്റ്റമേഴ്സ്. നിങ്ങളുടെ കസ്റ്റമർ എവിടെയാണെന്നുള്ളതാണ്. നമ്മുടെ കസ്റ്റമേഴ്സിൽ എവിടെയുള്ള സ്ഥലത്താണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഓൺലൈനിലും ഓഫ്ലൈനിലും ഇത് എവിടെ വേണ്ടതെന്നുള്ളത് ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഓൺലൈനിലാണെങ്കിൽ പല പ്ലാറ്റ്ഫോമുകളില്ല. ലിങ്ക്ഡിൻ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് ഉണ്ടാക്കിയത്? പല ആളുകളും എല്ലാവരും പോയിട്ട് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ മെറ്റാഡ്സോ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ചില സ്ഥലത്ത് യൂട്യൂബിലായിരിക്കും പിന്നെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കോമൺ ഓഡിയൻസ് എവിടെ ഉണ്ടാവുക? ഇപ്പോൾ എൻ്റെ ഓഡിയൻസ് കൂടുതൽ ഉണ്ടാവുക ചിലപ്പോൾ ലിങ്ക്ഡിനിലായിരിക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും. ഇവിടെ എവിടെയാണ് കൂടുതൽ ഓഡിയൻസ് നമ്മളുടെ സർവീസോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റോ മേടിക്കാനുള്ള ഓഡിയൻസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ എവിടെയാണ്, ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ എവിടെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ പല പ്ലാറ്റ്ഫോമുകൾ, ഇപ്പോൾ എക്സാമ്പിൾ ക്ലബ് ആൻഡ് അസോസിയേഷൻ, ഇപ്പോൾ ഈ BNI എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ JC എന്നൊക്കെ പറയുന്ന കുറേ ക്ലബ്ബുകളിൽ പോയി കഴിഞ്ഞാൽ കുറേ ബിസിനസ്സുകാർ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ക്ലബ്ബുകളിലും അസോസിയേഷനിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ചിലത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും, അവിടെ ആയിരിക്കും നമ്മൾ ഓഡിയൻസ് ഉണ്ടാവുക. ചില കാര്യങ്ങൾ എക്സിബിഷനിൽ പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഓഡിയൻസിനെ കിട്ടുക. അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് പാർക്കുകളൊക്കെ പോയി കഴിഞ്ഞാൽ, ബിസിനസ്സുകാർ മാത്രം ചേരുന്ന ബിസിനസ് മാത്രം നടക്കുന്ന ബിസിനസ് പാർക്കിൽ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുമോ? അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റീസിലാണ് ഉണ്ടാവുക. ഇതിൽ എവിടെയാണ് നമ്മുടെ ഓഡിയൻസ് ഉള്ളതെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിൽ തന്നെ മറ്റൊരു കാര്യമാണ് ഡിസൈഡ് റിക്വയർ ലീഡ്സ് എന്ന് പറയുന്നത്. എൻ്റെ ബിസിനസ്സിലൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ഡിസൈഡ് റിക്വയർ ലീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുക. ലീഡ്സിന് വേണ്ടിയിട്ട് ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നില്ല, അതിനൊരു കാൽക്കുലേഷൻ ഫ്രെയിം വർക്ക് ഉണ്ടാക്കി. അപ്പോൾ ആ കാൽക്കുലേഷൻ ഫ്രെയിം വർക്കിൻ്റെ ഒരു ഇത് ഞാനിവിടെ സൈഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് മന്ത്ലി എത്രയാണ് നമ്മൾ റവന്യൂ ടാർഗറ്റ്, നമുക്ക് ടോട്ടൽ എത്ര ഇൻകം വരണം. നമ്മളുടെ ഒരു ബിസിനസ് എടുക്കുകയാണെങ്കിൽ ബ്രേക്ക് ഈവൻ ആയി ബ്രേക്ക് ത്രൂ ഒക്കെ പോകുകയാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപ എനിക്ക് ഇൻകം വരണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ നമുക്ക് ഇൻകം വരണം എന്നുള്ളതാണെങ്കിൽ ആദ്യം നമ്മൾ ആ ഗോൾ സെറ്റ് ചെയ്യുക. ആ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു മന്ത്ലി ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു 5 ലക്ഷം രൂപ ഒരു മന്ത്ലി ടാർഗറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചെങ്കിൽ നമ്മുടെ ആവറേജ് ഒരു കോഴ്സിൻ്റെ എൻ്റെ ഒരു സർവീസിൻ്റെ ആവറേജ് ട്രാൻസാക്ഷൻ വാല്യൂ, നിങ്ങളുടെ സർവീസിൻ്റെ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 25,000 ആണെങ്കിൽ അത് പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റിലേക്ക് കൊണ്ടുപോകുക. ഈ ആവറേജ് ട്രാൻസാക്ഷൻ വാല്യൂ ശേഷം നമ്മൾ നോക്കേണ്ടത് എത്ര കസ്റ്റമറാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത്, റിക്വയർഡ് കസ്റ്റമർ എത്രയാണുള്ളത്. അപ്പോൾ നമുക്കറിയാം 25,000 ആണ് നമ്മുടെ ഒരു വാല്യൂ വെച്ചെങ്കിൽ 5 ലക്ഷം ഡിവൈഡ് ബൈ 25,000 അല്ലേ. അപ്പോൾ ഏകദേശം ഒരു 20 കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിക്വയർഡ് കസ്റ്റമർ 20 കസ്റ്റമർ കിട്ടണമെങ്കിൽ അതിന് കൺവേർഷൻ റേറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുക. 20 കസ്റ്റമർ കിട്ടണമെങ്കിൽ നമ്മളതൊരു കൺവേർഷൻ റേറ്റ് എത്രയാണ് നോക്കുക. സാധാരണ നമ്മൾ ലീഡ്സ് വരുമ്പോൾ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ 10% ആണ് എൻ്റെ കൺവേർഷൻ റേറ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ 200 ലീഡ്സാണ് മന്ത്ലി വരേണ്ടത്. 200 ലീഡ്സ് മന്ത്ലി വരികയാണെങ്കിൽ എനിക്ക് ആ 200 ലീഡ്സ് കൊണ്ടുവരാനുള്ള കോസ്റ്റ് എത്ര നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ അതിനെ വീക്കിലേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഓരോ വീക്കിലും നമുക്ക് 50 ക്വാളിഫൈഡ് ലീഡ്സ് കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു ലീഡ് കാൽക്കുലേഷൻ ഫ്രെയിം വർക്കും നമ്മൾക്ക് ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഇറങ്ങുന്നതിന് വളരെ വ്യക്തമായിട്ടുള്ള ലീഡ് കാൽക്കുലേഷൻ ഫ്രെയിം വർക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ കയ്യിലുണ്ടായിരിക്കണം. ഈ ലീഡ് കാൽക്കുലേഷൻ ഫ്രെയിം വർക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റുക, മാർക്കറ്റിൻ്റെ എക്സ്പെൻസൊക്കെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കാം. അപ്പോൾ ഇങ്ങനെ 4 കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പല വീഡിയോകളിലായിട്ട് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം മാർക്കറ്റിങ്ങിന്. ഈ ഒരു കാര്യം കൂടെ ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.